EPV വാഹന വിപണിയിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി നമുക്ക് പറയാം അത് ഇലോൺ മസ്കിന്റെ ടെസ്ലയാണെന്ന്. എന്നാൽ ആ കാലമൊക്കെ മാറി മറിയുകയാണ്. ടെസ്ലയ്ക്ക് കനത്ത തിരിച്ചടി നൽകി ചൈനീസ് ഭീമനായ BYD ലോകത്തിലെ ഒന്നാമത്തെ EV നിർമ്മാതാക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതും തുടർച്ചയായ 2ാം വർഷവും. 2025 കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്താണ് വിപണിയിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. 2025 BYD വിറ്റഴിച്ചത് 22.6 ലക്ഷം വാഹനങ്ങളാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 28% വമ്പൻ വളർച്ച. എന്നാൽ ടെസ്ലയുടെ അവസ്ഥയോ വെറും 16.4 ലക്ഷം വാഹനങ്ങൾ മാത്രമാണ് അവർക്ക് വിൽക്കാനായത്. വിൽപ്പനയിൽ ഏകദേശം 9% ഇടിവ്. എന്തുകൊണ്ടാണ് ടെസ്ലയ്ക്ക് ഇങ്ങനെ പിഴച്ചത്? മറുവശത്ത് ചൈനീസ് കമ്പനികൾ കുതിക്കുകയാണ്. കുറഞ്ഞ വിലയിൽ മികച്ച സാങ്കേതിക വിദ്യയും സുരക്ഷയും നൽകുന്നു എന്നതാണ് BYD വിജയമന്ത്രം. യൂറോപ്പിലടക്കം ഇപ്പോൾ ടെസ്ലയേക്കാൾ ഡിമാൻഡ് ചൈനീസ് വണ്ടികൾക്കാണ്. പക്ഷേ ഇവിടെ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. വണ്ടിയുടെ വിൽപ്പന കുറഞ്ഞെങ്കിലും ടെസ്ലയുടെ ഓഹരി വില ശതമാനം കൂടി. അതെന്താ അങ്ങനെയെന്നല്ലേ? ഭാവിയിൽ വരാനിരിക്കുന്ന റോബോ ടാക്സികളും ഹ്യൂമനോയിഡ് റോബോട്ടുകളിലുമാണ് നിക്ഷേപകർക്ക് ഇപ്പോൾ പ്രതീക്ഷ. ചുരുക്കത്തിൽ EV ലോകത്തെ നിയന്ത്രിക്കാൻ ചൈനീസ് ഡ്രാഗൺ ഉണർന്നു കഴിഞ്ഞു. മസ്കിന് പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. കൂടുതൽ ബിസിനസ് വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നന്ദി.